സഖാക്കൾക്ക് ഉറപ്പുമായി CKP പത്മനാഭന്റെ വീഡിയോ സന്ദേശം. രോഗവിവരം അറിഞ്ഞാണ് കെ സുധാകരൻ വീട്ടിൽ വന്നതെന്ന് CKP പത്മനാഭൻ പറഞ്ഞു. വ്യാജവാർത്താ നിർമ്മിതിക്ക് മറുപടി പറയേണ്ടതില്ലെന്നാണ് കരുതിയതെന്നും CKP പത്മനാഭൻ പറഞ്ഞു. ഇന്ന് ഉച്ച മുതൽ ഒരു വാർത്ത ചാനലുകളെല്ലാം പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. പല ചാനലിൻ്റെ വാർത്താക്കളും നേരിട്ട് തന്നെ വിളിക്കുകയും അവർക്കൊക്കെ അറിയേണ്ടത് ഈ വന്ന വ്യാജ വാർത്തയെക്കുറിച്ചുള്ള നിജസ്ഥിതിയാണ്. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞ മറുപടി, നിങ്ങൾ വാർത്ത കൊടുക്കുക, കള്ള വാർത്ത കൊടുക്കുക. ആ കള്ള വാർത്ത കൊടുത്തിട്ട് ആ കള്ള വാർത്തയിൽ എന്നെ പ്രതികരിപ്പിക്കാൻ നോക്കുക. എന്നിട്ട് അതിനെന്തെങ്കിലും കിട്ടുമെങ്കിൽ അത് വീണ്ടും വാർത്തയാക്കുക. അപ്പോൾ ഈ വാർത്താ വ്യാപാരത്തിന് ഞാനില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പലരും പറഞ്ഞതല്ല നിങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞ അങ്ങനെ നിങ്ങളോട് എനിക്ക് പറയാനില്ല. അപ്പോൾ പിന്നെ ചോദിച്ചു, ഇങ്ങനെ ഒന്നുമില്ലാണ്ട് എന്നാണ് വാർത്ത. അപ്പോൾ ഈ വാർത്തയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പേ സുധാകരൻ ഈ നാട്ടിൽ വന്നപ്പോൾ എന്നെ വിളിച്ചിരുന്നു. ഞാൻ നിയമസഭയിൽ ഞങ്ങളെ ഒന്നിച്ചുണ്ടായതാണ്. അപ്പോൾ എൻ്റെ രോഗവിവരം ആരോ ഇദ്ദേഹത്തെ അറിയിച്ചപ്പോൾ അന്ന് എന്നെ വിളിച്ച് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. കാണാമെന്ന് പറഞ്ഞു. 2-3 വണ്ടികളായിട്ട് വന്ന ആളുകളെല്ലാം മധ്യത്തിലാണ് സുധാകരൻ ഈ വീട്ടിലേക്ക് വരികയും വന്ന് എൻ്റെ രോഗം അന്വേഷിച്ചു. അപ്പോൾ ഷുഗറാണെങ്കിൽ ഞാൻ മാറ്റിത്തരാം, ഞാൻ ചികിത്സയിലാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് പിന്നെ വെള്ളവും കുടിച്ച് പിരിഞ്ഞു. രാഷ്ട്രീയ കാര്യങ്ങളൊന്നും തന്നെ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. അപ്പോൾ സംസാരിക്കാൻ അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടില്ല. അതാണ് എൻ്റെ ഇടയ്ക്ക് ആർക്കും സംസാരിക്കാൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇവരുടെ കൂട്ടത്തിൽ വന്നവർ കുറേ ഫോട്ടോ എടുത്തിരുന്നു. അപ്പോൾ ആ ഫോട്ടോ ഇന്ന് വീണ്ടും എല്ലാ ചാനലുകൾക്കും കിട്ടി. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ബുദ്ധികേന്ദ്രം എന്നത് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഞാൻ അന്വേഷിക്കാൻ പോകുന്നില്ല. കാരണം എൻ്റെ തുറന്ന പുസ്തകമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെയോ പാർട്ടി മാറ്റത്തിൻ്റെയോ ഒരു കാര്യമില്ല. പാർട്ടിയോട് സ്വാഭാവികമായിട്ടും ഈ പാർട്ടിയിൽ നിൽക്കുമ്പോൾ അതിൻ്റെതായ അംഗീകാരവുമുണ്ട്, വിമർശനവുമുണ്ട്. അതെനിക്ക് എപ്പോഴും ഉണ്ട്. അത് വേറെ കാര്യം. അപ്പോൾ ഈ വ്യാജ വാർത്തയുടെ ഉറവിടം കണ്ടെത്താൻ സഖാക്കൾ തയ്യാറാവേണ്ടതാണ്. അത് തയ്യാറാവുന്നില്ലെങ്കിൽ ഈ വ്യാജ വാർത്തയുടെ ഉള്ളടക്കം തേടി നിയമപരമായ നടപടികളിലേക്ക് പോകേണ്ടി വരും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ വസ്തുത എല്ലാവരെയും അറിയിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു മാനസികമായ ചാഞ്ചല്യത്തിലും ഞാൻ അകപ്പെട്ടിട്ടില്ല, അകപ്പെടുകയില്ല എന്ന് സഖാക്കൾക്ക് ഉറപ്പ് വരികയാണ്. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, CKP പത്മനാഭൻ CPM വിടില്ലെന്ന് കണ്ണൂർ വിഷൻ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വാർത്ത ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന CKP പത്മനാഭന്റെ വീഡിയോ സന്ദേശം. വിശദാംശങ്ങൾ എന്താ? അർജുൻ, എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമമിടുകയാണ് CKP പത്മനാഭൻ. കെ സുധാകരൻ MP വീട്ടിൽ എത്തി കണ്ടതിൻ്റെ ചിത്രം പ്രചരിപ്പിച്ച CKP പത്മനാഭൻ കോൺഗ്രസിലേക്ക് എന്ന വാർത്തകൾ ഉച്ചമുതൽ വന്നിരുന്നു. ഇതിനോടാണ് രൂക്ഷമായ പ്രതികരണം CKP പത്മനാഭൻ നടത്തിയിട്ടുള്ളത്. CKP പത്മനാഭൻ ഈ CPM വിടുന്നതിൽ ഒരു തീരുമാനവും എടുക്കില്ലെന്ന് നേരത്തെ തന്നെ കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നതുമാണ്. അത് വ്യക്തമാക്കുന്നതാണ് ഈ വീഡിയോ സന്ദേശം. അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഈ കള്ള വാർത്ത കൊടുത്ത് പ്രതികരിപ്പിക്കാൻ നോക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്തത് എന്ന വിമർശനമാണ് CKP പത്മനാഭൻ വ്യക്തമാക്കുന്നത്. അങ്ങനെ പ്രതികരിപ്പിക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും വാർത്തയുണ്ടാക്കാൻ കഴിയുമോ എന്നതായിരുന്നു അവരുടെ ശ്രമം എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്താണ് കെ സുധാകരൻ കുഞ്ഞുമംഗലത്ത് വന്നപ്പോൾ വിളിച്ചു. രോഗവിവരം ആരോ അദ്ദേഹത്തെ അറിയിച്ചു കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കാണാമെന്ന് താൻ പറയുകയും ചെയ്തു. വീട്ടിൽ വന്നപ്പോൾ രോഗവിവരം അന്വേഷിച്ചു. ഷുഗർ ആണെങ്കിൽ താൻ ചികിത്സിക്കുന്ന സ്ഥലത്ത് നോക്കാം എന്ന് കെ സുധാകരൻ പറഞ്ഞു. അതിന് വേണ്ട എന്നാണ് താൻ മറുപടി നൽകിയതെന്നും CKP പത്മനാഭൻ പറയുന്നുണ്ട്. ഈ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല, സംസാരിക്കാൻ പറ്റിയ രാഷ്ട്രീയ നിലപാട് താനും സ്വീകരിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിനും അറിയാം. ഈ കൂട്ടത്തിൽ വന്നവർ ഫോട്ടോ എടുക്കുന്ന ഒരു നിലയുണ്ടായി. അവരാണ് ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ടാവുക. ആരാണ് ഇതിൻ്റെ ബുദ്ധി എന്ന്, പാർട്ടി മാറ്റത്തിൻ്റെ ഒരു കാര്യവുമില്ലാത്ത തന്നെ ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നതിൻ്റെ ബുദ്ധി ആരാണ് എന്ന് കണ്ടെത്തണം എന്നുകൂടി CKP പത്മനാഭൻ പറയുന്നുണ്ട്. പാർട്ടിക്ക് സ്വാഭാവികമായും അതിൻ്റെതായ അംഗീകാരം തനിക്കുണ്ട്, അതോടൊപ്പം തന്നെ വിമർശനവുമുണ്ട്, നല്ല രീതിയിൽ തന്നെ ഉണ്ട് എന്ന് അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. എന്തായാലും
ഈ വ്യാജ വാർത്തയുടെ കാര്യം, വ്യാജ വാർത്ത എങ്ങനെ ഉണ്ടായി എന്ന് സഖാക്കൾ കണ്ടെത്തണം, അല്ലെങ്കിൽ നിയമപരമായ നടപടിയിലേക്ക് പോകേണ്ടി വരും എന്നുകൂടി CKP പത്മനാഭൻ വ്യക്തമാക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ചർച്ചയായതാണ് ഈ CKP പത്മനാഭൻ്റെ ഈ കെ സുധാകരൻ CKP പത്മനാഭൻ കൂടിക്കാഴ്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വാർത്തകൾ വന്നിരുന്നത്. അതിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ണൂർ വിഷൻ ഇക്കാര്യം അന്വേഷിച്ചു. CKP പത്മനാഭനെ നമ്മൾ ബന്ധപ്പെട്ടു, അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ തന്നെ വ്യക്തമായതാണ് ഇത് ഒരു നടക്കാൻ പോകുന്ന കാര്യമല്ല. CKP പത്മനാഭൻ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് ബോധത്തെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാം. ഒരു ഏറ്റവും ചെറുപ്രായത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് എത്തിയ നേതാവാണ് CKP പത്മനാഭൻ. അദ്ദേഹം കണ്ണൂർ വിഷന് നേരത്തെ നൽകിയ ഒരു അഭിമുഖമുണ്ട്, ഏറെ വിവാദമായ ആ അഭിമുഖം. അതിനപ്പുറത്തേക്ക് പാർട്ടിയെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ഒരു അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല. കണ്ണൂർ വിഷനോട് 13 വർഷങ്ങൾക്ക് ശേഷം പാർട്ടി സജീവമായ നേതൃനിരയിൽ നിന്ന് മാറി നിന്ന് 13 വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണൂർ വിഷനോട് അദ്ദേഹം കഴിഞ്ഞ വർഷം പ്രതികരിച്ചത്. അതിനുശേഷം ഒരു മാധ്യമത്തോടും അദ്ദേഹം ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. അന്ന് ചില ഈ അഭിമുഖത്തിൽ ഈ സന്ദേശത്തിൽ തന്നെ അദ്ദേഹം ചില വിയോജിപ്പുകൾ പറയുന്നുണ്ട്. അത് ഒന്നുകൂടി തുറന്നു പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രയാസം തനിക്കുണ്ട് എന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷവും പാർട്ടി എന്നതിനപ്പുറത്തേക്ക് CKP പത്മനാഭന് ഒരു തരത്തിലുള്ള നിലപാടും ഉണ്ടായിരുന്നില്ല. പാർട്ടിക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സാഹചര്യവുമില്ല. അങ്ങനെ കുഞ്ഞിമംഗലത്തെ എല്ലാ പാർട്ടി പ്രവർത്തകരുമായും നേതാക്കളുമായും ഏറെ അടുപ്പം പുലർത്തി അവരുടെ സഹായത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ് CKP പത്മനാഭൻ. അങ്ങനെ CKP പത്മനാഭൻ എന്ന ആ നേതാവ് ഏതെങ്കിലും തരത്തിൽ CPM വിട്ട് കോൺഗ്രസിൽ ചേരും എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും അത് ഒന്നുകൂടി ഉറപ്പിച്ച് CKP പത്മനാഭൻ തന്നെ വ്യക്തമാക്കുകയാണ്, താൻ CPM വിട്ട് ഒരിടത്തും പോകില്ല എന്ന് സഖാക്കൾക്ക് ഉറപ്പു നൽകുകയാണ് CKP പത്മനാഭൻ എന്ന തളിപ്പറമ്പിൻ്റെ മുൻ MLA അർജുൻ.